അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. വിശുദ്ധ റമദാൻ നമ്മൾ അതിന്റെ മധ്യത്തിലേക്ക് കടന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ മൊത്തത്തിലുള്ള ജീവിതത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. വ്യത്യസ്ത ഘട്ടമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരവും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൃദയവും തന്നിട്ടുണ്ട്, ബുദ്ധിയും തന്നിട്ടുണ്ട്, ആത്മാവും തന്നിട്ടുണ്ട്. ആത്മാവ് ഡിബേറ്റബിൾ ആയിട്ട് പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ആ ആത്മാവ് നമ്മളിൽ നിന്ന് യാത്ര ചെയ്യുന്നതിന്റെ പേരാണ് സത്യത്തിൽ മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അഥവാ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ, ഇപ്പൊ ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് കേട്ടാൽ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന ആളുകൾ, വിശ്വാസികളായ ആളുകൾ ചെല്ലുന്നത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായിട്ടും അത് അള്ളാഹുവിൽ നിന്ന് വന്നു, അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നതാണ്. അത് ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ ആത്മാവിനെ കൃത്യമായി വിശദീകരിച്ച് അതിനെ അനലൈസ് ചെയ്ത് പറയുക എന്നത് കുറച്ച് പ്രയാസമാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. നിങ്ങളോട് റൂഹിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. റൂഹിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. എന്താണ് ആത്മാവ് എന്നവർ ചോദിക്കുന്നു. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അത് അള്ളാഹുവിന്റെ അമ്രിൽപ്പെട്ടതാണെങ്കിൽ, അള്ളാഹുവിന്റെ കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾ മറുപടി പറയണം എന്നതാണ്. അഥവാ അതിന്റെ സർവാധിപത്യവും സമഗ്രാധിപത്യവും എല്ലാം അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിനെ കുറിച്ചിട്ട് ഒരുപാട് വിശദീകരണമോ വിശകലനമോ നമുക്ക് പര്യാപ്തമല്ല. അതൊരു വിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെയും ആഴമേറിയ ആഴിയിലൂടെയും കടന്നു പോകേണ്ടുന്ന ഒന്നാണ്. ഏതായിരുന്നാലും ഈ ശരീരം, അതേപോലെ തന്നെ ഈ പറയുന്ന ഹൃദയം അല്ലെങ്കിൽ ബുദ്ധി, അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ ആത്മാവ്, ഇതെല്ലാം കൂടിയതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും. ഈ ശരീരത്തിന്റെ ഇച്ഛകൾ ഒന്ന് വേറെയാണ്, അതേപോലെ തന്നെ ഈ ഹൃദയത്തിന്റെ ധന്യത ഒന്ന് വേറെ തന്നെയാണ്, ബുദ്ധിയുടെ ചിന്താശേഷിയും അതിന്റെ ചലനാത്മകതയും വേറെ തന്നെയാണ്, ആത്മാവിന്റെ പരിപ്രേക്ഷ്യങ്ങൾ വേറെ തന്നെയാണ്. ഈ നാലിനെയും നാലായി കാണാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും പൂർത്തീകൃതമാകുന്നത്. ഈ ശരീരത്തിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ പെട്ടതാണ് ഭക്ഷണം, അതേപോലെ തന്നെ നമുക്ക് ദാഹം തീർക്കാനുള്ള വെള്ളം, അതേപോലെ തന്നെ മറ്റുള്ള പല കാര്യങ്ങളും നമുക്ക് ശരീരത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്താനുള്ളതാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഒരു വല്ലാത്തൊരു സന്തോഷകരമായ അവസ്ഥ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുമെങ്കിലും അതിനേക്കാൾ അപ്പുറത്തേക്ക് ഓക്സിറ്റോസിനും ഡോപ്പമിനും ഒക്കെ കടന്നു വരുന്നത് മനുഷ്യരോടുള്ള ബന്ധങ്ങളും അവരെ സ്നേഹിക്കുമ്പോഴുമാണ്. അത് ആത്മാവിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഒക്കെ ഒരു ഭക്ഷണമാണ്. ഹൃദയത്തിനുമുണ്ട്. നമ്മളിപ്പോ ഹൃദ്യമായ സ്വാഗതം എന്ന് പറയാറില്ലേ, ഹാർട്ടി വെൽക്കം എന്ന് പറയാറില്ലേ, എന്റെ ഹൃദയത്തിന് തുല്യമായ സുഹൃത്ത് എന്ന് പറയാറില്ലേ, എല്ലാം ഹൃദ്യമാണ്. നമ്മൾ കാവ്യ ബോധത്തോടു കൂടി എടുക്കുകയാണെങ്കിലും, ഇനി വായനയുടെ ലോകത്ത് എടുക്കുകയാണെങ്കിലും, സാഹിത്യ നഭോമണ്ഡലങ്ങളിലേക്ക് കയറുകയാണെങ്കിലും, ഹൃദയം എന്നതും ഹൃദ്യം എന്നതും ഹൃദയകരമായ അവസ്ഥ എന്നതും ഒന്ന് വേറെ തന്നെയാണ്. ഇതേപോലെ തന്നെ ബുദ്ധിയുടെ ചലനാത്മകതയും അതിന്റെ ചിന്താശേഷിയും വൈഭവവും ഒന്ന് വേറെ തന്നെയാണ്. ഒന്ന് സയന്റിഫിക്കൽ ആൻഡ് ലോജിക്കൽ ലെവലിലേക്ക് കയറുമ്പോൾ മറ്റൊന്ന് മനുഷ്യന്റെ ബന്ധങ്ങളും സ്നേഹങ്ങളും ഇമോഷനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതിനെ മനസ്സെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ആ മനസ്സ് എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള മനസ്സുകളുണ്ട്. അതന്നെ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ആ മൈൻഡിനെ തന്നെ പിന്നെയും പല പ്രവിശ്യകളായി തീർത്തുകൊണ്ട് പല സൈക്കോളജിസ്റ്റുകളും പലതായി പറയുന്നുണ്ട്. അതിൽ ഹയർ മൈൻഡ് ഉണ്ട്, ഇല്യൂമിന്റ് മൈൻഡ് ഉണ്ട്, ഇൻഡ്യൂഷൻ മൈൻഡ് ഉണ്ട്, ഓവർ മൈൻഡ് ഉണ്ട്, അതേപോലെ തന്നെ സൂപ്പർ മൈൻഡ് ഉണ്ട്, അതിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന മാറ്റ് മൈൻഡ് ഉണ്ട്. ഭ്രാന്തമായ അവസ്ഥയിൽ പോകുന്ന മനുഷ്യരുണ്ട്. അതേപോലെ തന്നെ ഇല്യൂഷൻ അഥവാ തന്റെ ഉള്ളിൽ നിന്ന് അന്ധപ്രജ്ഞാത്മകത പുറത്തേക്ക് വരുന്ന ചില മനസ്സുകാരുണ്ട്. ഇൻഡ്യൂഷന്റെ ആളുകളുണ്ട്, പ്രബുദ്ധാത്മകതയെ പുറത്തെടുക്കുന്ന ആളുകളുണ്ട്. അതേമാതിരി തന്നെ ഓവർ മൈൻഡ്, അതിമനസ്സുണ്ട്, സൂപ്പർ മൈൻഡ്, എക്സ്ട്രീം ലെവലിലുള്ള സൂപ്പർ ലെവലിലുള്ള മൈൻഡുകാരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായി സൈക്കോളജി വിവക്ഷിക്കുന്ന സമയത്ത് തന്നെ വിശുദ്ധ ഖുർആൻ അതിനെ നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. എന്താണ് ഈ മൂന്ന് ഭാഗങ്ങൾ എന്ന് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയുന്നതാണ്. അത് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന നഫ്സുൽ അമ്മാറ എന്താണ്, നഫ്സുൽ ലവ്വാമ എന്താണ്, നഫ്സുൽ മുത്മഇന്ന എന്താണ്, അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.